മോഡി വിശ്വാസത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്. 3 തരം വിശ്വാസത്തെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് വളരെ സാഹസികമായിട്ടുള്ളൊരു വിശ്വാസം. അതായത് ഒരു കടലിൽ ഒരു ബോട്ടുണ്ട്. ആ ബോട്ടിലേക്ക് എത്തുവാൻ വേണ്ടി വെള്ളത്തിൽ നിന്ന് നീന്തി നീന്തി ആ ബോട്ടിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസം, സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള വിശ്വാസം. രണ്ടാമത് ബോട്ടിൽ തൂങ്ങിക്കിടന്ന് അതിനകത്തോട്ട് കയറുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു വിശ്വാസം. മൂന്നാമത് ബോട്ടിലായിരുന്നു കൊണ്ട് വളരെയധികം സ്വസ്ഥതയോടുകൂടി മറ്റുള്ളവരെ കൈക്ക് പിടിച്ച് അതിനകത്ത് കയറ്റുന്നൊരു വിശ്വാസം. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഈ 3ാമത്തെ വിശ്വാസമാണ് റെസ്റ്റിംഗ് ഫെയ്ത്ത്. അതായത് നമ്മളായിരിക്കുന്ന ബോട്ടിൽ ഇരുന്നു കൊണ്ട് സ്വസ്ഥമായിരിക്കുവാനായിട്ട്. ചിലപ്പോൾ നമ്മൾ ബോട്ടിലാണെങ്കിലും നമ്മൾ വലിയ കൊടുങ്കാറ്റൊക്കെ കാണുമ്പോഴും ഒക്കെ നമ്മൾ പ്രയാസപ്പെടുന്നുണ്ട്. കർത്താവിൻ്റെ കൂടെ പോയ ശിഷ്യന്മാരൊക്കെ പ്രയാസപ്പെട്ടതുപോലെ. എന്നാൽ കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നത് റെസ്റ്റ് ചെയ്യുവാനായിട്ട്, സ്വസ്ഥതയിലേക്ക് കടക്കുവാനായിട്ട്. അങ്ങനെ ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് മത്തായി 11:28 ഇപ്രകാരം പറയുന്നത്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മലയാളത്തിൽ ആശ്വാസമാണെങ്കിലും ഇംഗ്ലീഷിൽ ഞാൻ നിങ്ങൾക്കൊരു സ്വസ്ഥത തരാമെന്നാണ്. അതുകൊണ്ട് നമുക്ക് കർത്താവിൽ പൂർണ്ണമായിട്ടും റെസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു വിശ്വാസത്തിനായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, ഒരു സ്വസ്ഥതയേറിയ ഒരു വിശ്വാസം അങ്ങ് ഞങ്ങൾക്ക് തരണം. വലിയൊരു വിശ്വാസത്തിലേക്ക്, വലിയൊരു പ്രത്യാശയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്ന ആ ഒരു വലിയ വിശ്വാസത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ ദിവസവും അങ്ങയിൽ ആനന്ദിച്ചുകൊണ്ട്, അങ്ങയിൽ സ്വസ്ഥമായിരുന്നുകൊണ്ട്, അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നപ്പ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. എല്ലാ മാനവും മഹത്വവും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.